സർക്കാർ സ്കൂളുകളിൽ മാത്രമല്ല പ്രൈവറ്റ് സ്കൂളുകളും വളരെ ആവേശത്തോടെ പുതിയ അധ്യയന വർഷത്തെ സ്വീകരിക്കുകയാണ്. മലപ്പുറം ശാന്തം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. താമരശ്ശേരി രൂപത അധ്യക്ഷന്മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ ആണ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി. ഗോകുൽ, സർക്കാർ സ്കൂളുകളിൽ മാത്രമല്ല, പറഞ്ഞതുപോലെ പ്രൈവറ്റ് സ്കൂളുകളിലും വലിയ ആഘോഷമാണ്. എന്താണ് അവിടുത്തെ കാഴ്ചകൾ? അത് തന്നെയാണ്. വളരെ സന്തോഷത്തോടെ ആവേശത്തോടെയാണ് വിദ്യാർത്ഥികളും അല്ലെങ്കിൽ സ്കൂളിന്റെ മാനേജ്മെന്റും ഒക്കെ ഈ പറഞ്ഞതുപോലെ പുതിയൊരു അധ്യയന വർഷത്തെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയൊക്കെയാണ് മലപ്പുറം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് പ്രവർത്തിക്കുന്ന ശാന്തം പബ്ലിക് സ്കൂളിന്റെ പ്രവേശനത്തോടനുബന്ധിച്ച പരിപാടികൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. ഈ അധ്യയന വർഷത്തിന്റെ ആരംഭത്തോടൊപ്പം തന്നെ ഇവിടെ മറ്റൊരു പരിപാടി കൂടി നടക്കുന്നുണ്ട്. ഈ സ്കൂളിന് നേരത്തെ സ്കൂളിലേക്കുള്ള ഒരു റോഡൊന്നും ഇല്ലായിരുന്നു. ആ റോഡിന്റെ ഗതാഗത യോഗ്യമാക്കി കഴിഞ്ഞു. സ്കൂളിലേക്കുള്ള റോഡാണിത്. ഈ റോഡിന്റെ ഉദ്ഘാടനം കൂടി അല്പസമയത്തിനകം ഇവിടെ നടക്കുകയാണ്. താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയനാണ് അതിന്റെ കർമ്മമൊക്കെ നടക്കുക. നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികളുടെ മുഖത്തൊക്കെ ചെറിയ വിഷമവും കരച്ചിലും ഒക്കെ കാണാം. പക്ഷെ നമുക്ക് അതിവിടെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കുട്ടികളൊന്നും കരയുന്നില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരുടെ രക്ഷിതാക്കളും ബാക്കിയുള്ള ആളുകളൊക്കെ കൂടെയുള്ളത് കൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇവരോട് എന്തെങ്കിലും ചോദിച്ചു നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഇഡലിയും ചെറുപയറൊക്കെ കഴിച്ചു അല്ലേ? റെമിജിയോസ് ഇഞ്ചനാനിയൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. അതിന്റെ ഉദ്ഘാടന ചടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. ഏകദേശം 15 വർഷത്തോളമായി ഈ സ്കൂൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇക്കൊല്ലമാണിത് താമരശ്ശേരി രൂപതയുടെ കീഴിലേക്ക് വരികയും അവർ ഏറ്റെടുത്തുകൊണ്ട് മറ്റൊരു മാനേജ്മെന്റിന്റെ കീഴിലേക്ക് വരികയും ഒക്കെ ചെയ്യും. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ റോഡിന്റെ ഉദ്ഘാടന കർമ്മമാണ് താമരശ്ശേരി രൂപത ബിഷപ്പുമാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ ഉദ്ഘാടനം ചെയ്യുന്നത്. 4ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളാണ് ഇവിടെ ഉള്ളത്. അവിടെ ഏകദേശം 100-ലധികം കുട്ടികളുണ്ട്. റോഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. നേരത്തെ വളരെ ചുറ്റി വേണമായിരുന്നു സ്കൂളിലേക്ക് പോകാൻ വേണ്ടി. അതിനാൽ തന്നെ പല ആളുകൾക്കും ഇങ്ങോട്ടേക്ക് എത്താൻ സാധിക്കാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നോക്കൂ, കുട്ടികൾ നോക്കൂ, വളരെ ആവേശത്തോടെയാണ് അവരൊക്കെ ഒറ്റയ്ക്ക് മാതാപിതാക്കളിൽ നിന്ന് മാറിയൊക്കെ നടന്ന് സഞ്ചരിക്കുകയും അല്ലെങ്കിൽ ഇതിനെ വളരെ ആവേശത്തോടെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. കരച്ചിലുകളൊന്നുമില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഈ പ്രവേശനോത്സവത്തിന്റെ ഒരു പ്രത്യേകത. ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം സ്കൂൾ കോമ്പൗണ്ടിനകത്ത് വെച്ചാണ് മറ്റ് ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടക്കുക. താമരശ്ശേരി രൂപത അധ്യക്ഷനെ കുട്ടികൾ ചേർന്നുകൊണ്ടാണ് അവരുടെ വിദ്യാലയത്തിലേക്ക് ആനയിച്ചു കൊണ്ടിരിക്കുന്നത്. രക്ഷിതാക്കളുണ്ട്, അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാം ഇവിടെ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ പ്രവേശനോത്സവത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇവിടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. നമുക്കിപ്പോ താമരശ്ശേരി രൂപത അധ്യക്ഷന്റെ ഒരു പ്രതികരണം തരാം. പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് നമ്മുടെ കുട്ടികൾക്ക് നൽകാൻ ഒരു ഉപദേശം? എപ്പോഴും സന്തോഷമായിരിക്കുക, പൂർണ്ണമായിട്ടും സമർപ്പിക്കുക. അങ്ങനെ രാജ്യത്തിനും സമൂഹത്തിനും ഉത്തമ വ്യക്തികളായി തീരാൻ എപ്പോഴും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഈ ലക്ഷ്യത്തോടു കൂടിയാണ് കുട്ടികളെ വളർത്തേണ്ടത്. അതുതന്നെയാണ് കുട്ടികളെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വളർത്താൻ വേണ്ടി തക്കതായ ഒരു അക്കാദമിക് സംഭവങ്ങളാണ് കൊടുക്കേണ്ടത് എന്നാണ് താമരശ്ശേരി രൂപത അധ്യക്ഷൻ പറയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പറഞ്ഞതുപോലെ പ്രവേശനോത്സവത്തിൽ പ്രൈവറ്റ് സ്കൂളുകളിലും വലിയ ആഘോഷമൊക്കെ നടക്കുന്നുണ്ട്. പ്രവേശനോത്സവം അല്പസമയത്തിനകം നടക്കും. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.